ദക്ഷിണേന്ത്യയിലേക്കാണ് ലോകത്തിൻ്റെ ശ്രദ്ധ. ഇവിടെ പുതിയ സഖ്യങ്ങൾ രൂപം കൊള്ളുന്നു. തുർക്കിയും ചൈനയും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നയതന്ത്ര പിന്തുണ മാത്രമല്ല, സൈനിക സഹായവും നൽകുന്നു. ഈ വെല്ലുവിളികൾ നേരിടാൻ ഇപ്പോൾ ഇന്ത്യ പ്രതിരോധശേഷി, പ്രത്യേകിച്ച് വ്യോമസേനയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതിനായി ഇന്ത്യ സമീപിക്കുന്നത് ഇസ്രായേലിനെയാണ്. റഷ്യ, ഫ്രാൻസ്, US എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ മികച്ച 4 പ്രതിരോധ വിതരണക്കാരിൽ ഒരാളാണ് ഇസ്രായേൽ. ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയായ ഇസ്രായേൽ പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. AESA അഥവാ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ പോലുള്ള നൂതന സാങ്കേതികവിദ്യ കൊണ്ടുവരുന്നു. എന്താണ് ഈ നൂതന സാങ്കേതികവിദ്യയുടെ പ്രത്യേകത? ഒരു യുദ്ധവിമാന പൈലറ്റിന് AESA ആകാശത്ത് സൂപ്പർ പവർ വിഷൻ നൽകുന്നു. ഈ സംവിധാനം റേഡിയോ തരംഗങ്ങൾ അയക്കുന്നു. ഇതിലൂടെ വ്യക്തമായൊരു ചിത്രം തിരികെ ലഭിക്കുന്നു. AESA ഉപയോഗിച്ച് പൈലറ്റുമാർക്ക് ഡസൻ കണക്കിന് ഭീഷണികളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. യുദ്ധമുഖത്ത് ഇതിലൂടെ സുരക്ഷിതമായി നിൽക്കാനും സാധിക്കുന്നു. ഈ ഗെയിം ചേഞ്ചിങ് സാങ്കേതികവിദ്യ എൽറ്റ എന്ന ഇസ്രായേൽ കമ്പനിയുടേതാണ്. ഇന്ത്യയുടെ തേജസ് MK-1A യുദ്ധവിമാനങ്ങളെ അവർ നവീകരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഒരു തടസ്സമുണ്ട്. തേജസ് MK-1A നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. 2021 80ലധികം വിമാനങ്ങൾ നൽകാനുള്ള കരാർ HALന് ലഭിച്ചു. 2024 മാർച്ചിന് ശേഷം വിമാനങ്ങൾ നൽകി തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ 4 വർഷം കഴിഞ്ഞിട്ടും ഒരു വിമാനം പോലും തയ്യാറായിട്ടില്ല. സമയപരിധികൾ കഴിഞ്ഞു പോകുന്നു. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു. വ്യോമസേനയുടെ കരുത്ത് നിലനിർത്താൻ അടിയന്തരമായി ആയുധങ്ങൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇത് HALൻ്റെ മാത്രം പ്രശ്നമല്ല. യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അത്ര സങ്കീർണമാണ് ആ സാങ്കേതികവിദ്യ. തേജസിനായി ഇന്ത്യ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനിയെ ആശ്രയിക്കുന്നു. 2021 കരാർ ലഭിച്ചെങ്കിലും ആദ്യ എഞ്ചിനുകൾ 2025 മാർച്ചിൽ മാത്രമാണ് എത്തിയത്. അതായത് 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. ഈ കാലതാമസം മുഴുവൻ പദ്ധതികളെയും താറുമാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന നിർണായക ചോദ്യം ഇതാണ്: വിമാന നിർമ്മാണം എങ്ങനെ വേഗത്തിലാക്കാം? ഇവിടെയാണ് ഇന്ത്യയുടെ മറ്റൊരു വിശ്വസ്ത സുഹൃത്ത് ഫ്രാൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ സഫ്രാൻ ശക്തമായ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നവരാണ്. തേജസ് MK-2, ഇന്ത്യൻ വ്യോമസേനയിലെ മിറാഷ് 2000, ജാഗ്വാർ, MiG-29 തുടങ്ങിയ പഴയ വിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ പോകുന്ന അടുത്ത തലമുറ യുദ്ധവിമാനത്തിനായി സഫ്രാനുമായി ചർച്ചകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് സഫ്രാനെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യ? കാരണം ഇന്ത്യക്ക് സമയം വിലയേറിയതാണ്. ചൈന പാകിസ്ഥാന് അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നു. തുർക്കി ഡ്രോണുകൾ എത്തിക്കുന്നു. അതിനാൽ ഇന്ത്യക്ക് വൻതോതിൽ യുദ്ധവിമാനങ്ങൾ വേഗത്തിൽ വേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ ഒരു പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഏതൊരു ഭീകരാക്രമണവും ഇന്ത്യക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും. ഈ നിലപാടിന് ഇന്ത്യക്ക് കൂടുതൽ കരുത്തും തയ്യാറെടുപ്പും വേഗത്തിലുള്ള ആയുധ നേട്ടങ്ങളും വേണം. സ്വന്തമായി വിമാനങ്ങൾ നിർമ്മിക്കുക എന്നത് ദീർഘകാല ലക്ഷ്യമാണ്. പക്ഷേ അതിന് സമയം വേണം. അതുവരെ ഇസ്രായേൽ, ഫ്രാൻസ് തുടങ്ങിയ വിശ്വസ്ത പങ്കാളികളെ ആശ്രയിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ വേഗത്തിൽ സ്വീകരിക്കുകയും വേണം. ഈ വെല്ലുവിളി നിറഞ്ഞ മത്സരത്തിൽ കാലതാമസം വെറും തിരിച്ചടികളല്ല, അവ ദൗർബല്യങ്ങളാണ്. സുരക്ഷാ മേഖല മാറുകയും എതിരാളികൾ അടുത്തു വരികയും ചെയ്യുമ്പോൾ ഇന്ത്യക്ക് കാത്തിരിക്കാൻ കഴിയില്ല. ശത്രുക്കളുടെ ഭീഷണി നേരിടാൻ ഇന്ത്യ കരുത്തു കൂട്ടേണ്ടതുണ്ട്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് രാജ്യം.